സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് റഫീഖ് കുറ്റിക്കാട് സാഹിബിനെ ക്ഷണിക്കും. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികൾ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു പുതിയ സമര മുഖത്താണ്. കേരള ഗവൺമെൻറ്റിൻ്റെ നേരിട്ടും അല്ലാതെയുമുള്ള മുസ്ലിം വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കേരളത്തിൽ ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളും നിലകൊള്ളുന്നതിൻ്റെ ഇടയിൽ വളരെയധികം ഭീകരവാദത്തിൻ്റെ മുദ്ര ചാർത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. വേങ്ങരയിലെ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചേറൂർ ശുഹദാക്കളുടെ ഓർമ്മ പേറുന്ന ഒരു സമുദായമാണ്. തിരൂരങ്ങാടി പള്ളിയുടെ ആക്രമണത്തിൽ വേദനിച്ച ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് എൻ്റെ മുമ്പിലുള്ളത് എന്നെനിക്കറിയാം. രക്തസാക്ഷികളുടെ ഓർമ്മകൾ മുഴുവൻ സിരകളിൽ പേറുന്ന, തലച്ചോറ് മുഴുവൻ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മകളുള്ള, രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് പുളകിതമായ ഒരു മണ്ണിലാണ് നമ്മളുള്ളത്. ചേറൂർ ശുഹദാക്കൾ ഒരു കാലത്ത് തീവ്രവാദികളായിരുന്നു, ഭീകരവാദികളായിരുന്നു. കാരണം ചേറൂർ ശുഹദാക്കൾ പൊരുതിയിട്ടുണ്ടായിരുന്നത്, തിരൂരങ്ങാടി പള്ളിയെ സംരക്ഷിച്ചവർ പൊരുതിയിട്ടുണ്ടായിരുന്നത്, ലവക്കുട്ടി പൊരുതിയിട്ടുണ്ടായിരുന്നത് ഈ രാജ്യത്ത് അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഭരണകൂടത്തോടായിരുന്നു. ഈ രാജ്യത്ത് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അനീതിയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് രക്തം കൊടുത്ത്, ജീവൻ കൊടുത്ത് ഈ മണ്ണിൽ അലിഞ്ഞു ചേരേണ്ടി വന്നത്. അന്ന് അവരെ ഭരണകൂടം വിളിച്ചത് ഇസ്ലാമിക ഭീകരവാദികൾ എന്നുള്ള പദം പ്രചാരത്തിലില്ലാത്തതുകൊണ്ട് അവർ മാപ്പിള ലഹളക്കാർ എന്നാണ് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് മാപ്പിള ലഹളക്കാർ എന്നുള്ള പദത്തിന് പകരം വളരെ മനോഹരമായൊരു പദം പകരം വെക്കപ്പെട്ടിരിക്കുന്നു. അത് ഇസ്ലാമിക ഭീകരവാദികളെന്നാണ്. മാപ്പിള ലഹളക്കാർ ചെയ്തതുപോലെയുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്കൊന്നും മുസ്ലിം സമുദായം എടുത്തെറിയപ്പെട്ടിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിന് ഇവിടെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നേരത്തെ ഇവിടെയൊക്കെ സൂചിപ്പിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇപ്പോൾ വളരെ ഭീകരമായിട്ട് ഭീകരവാദം എന്ന് പറയുന്ന വളരെ വളരെ വ്യക്തമായി പോലീസുകാരും ഭരണകൂടവും അത് പകരം എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഭരണിയുടെ ഭ തന്നെ ഉപയോഗിക്കണമെന്നുള്ള ഭീഷണിയോടുകൂടി നമ്മളോട് പറയുന്നത് ഭീകരവാദികളാണ് നിങ്ങൾ. എന്താണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭീകരവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരുപാട് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ലിസ്റ്റിൽ നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും ഒടുവിലത്തെ ഭീകരവാദം കഴിഞ്ഞ ജൂലൈ 4-ാം തീയതി ഒരു അധ്യാപകന്റെ കൈ പോപ്പുലർ ഫ്രണ്ടുകാർ വെട്ടിമാറ്റി എന്നുള്ള. ഒരു കൈ വെട്ടിമാറ്റുക നമ്മുടെ കേരളത്തിൽ വലിയ സംഭവമാണോ? നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കൈ, ആകെ ഒരു കൈയാണ്, 2 കൈ ഉണ്ടാവും ഒരാൾക്ക്, അതിലൊരു കൈ മാത്രമാണ് വെട്ടിമാറ്റിയത്. അതൊരു വലിയ സംഭവമൊന്നല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ അവിടെ സൂചിപ്പിച്ചു, ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ ഒരു കാല് വെട്ടിമാറ്റി. ഇവിടെ എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചോ? ഇവിടെ പാലക്കാട്ട് രതീഷ് എന്ന് പറയുന്ന ഒരു RSSകാരനെ ഒരു മാസം മുമ്പ്, ഒരു മാസമൊന്നും ആയിട്ടില്ല, രതീഷ് എന്ന് പറയുന്ന ഒരു RSSകാരൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി, ഡിസംബർ 1-ന് RSSകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത ഉണ്ട്. KT ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മാഷെ സ്കൂളിൽ കയറിയിട്ട് CPMകാർ സ്കൂളിൽ കുട്ടികളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊന്നത് ഒരു ഡിസംബർ 1-നാണ്. അതേ ഡിസംബർ 1-ന് 2010 രതീഷ് എന്ന് പറയുന്ന ഒരു RSSകാരനെ പാലക്കാട് ജില്ലയിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കയറിയിട്ട് CPMമാർ വെട്ടിക്കൊന്നു ബസ്സിലിട്ടിട്ട്. കേരളത്തിൽ എന്താ സംഭവിച്ചോ? നമ്മളാരെങ്കിലും അറിഞ്ഞോ? അത് പാലക്കാട് എഡീഷനിൽ പത്രത്തിൽ മാത്രമാണ് ആ വാർത്ത, മലപ്പുറം എഡീഷനിൽ വരൂല. കാരണം ഒരാളുടെ തല പോവുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഭവമല്ല. പിന്നെ എന്താണ് ഒരു കൈക്ക് ഇത്ര വലിയ പ്രശ്നം? ഒരു കൈ വെട്ടാൻ 57 ആളുകളാണ് പ്രതികൾ.
നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കൈ വെട്ടാൻ 57 ആളുകളാണ് പ്രതികൾ. പലതരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ. 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ കൈവെട്ടാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. 2 പ്രാവശ്യം ഈ അധ്യാപകന്റെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടാണ് ഒരു മനുഷ്യന്റെ കൈ വെട്ടുന്നത്? ഒരു തല വെട്ടാൻ ഇത്രത്തോളം പണിയില്ല. പാലക്കാട്ട് രതീഷിന്റെ തല വെട്ടിയതിൽ 3 പ്രതികളേ ഉള്ളൂ. അതാണ് വലിയ ചെലവ്, കൈ വെട്ടാനാണ്. തല വെട്ടാൻ വലിയ ചെലവില്ല, 3 ആളുടെ ചെലവേ ഉള്ളൂ. പക്ഷെ ഒരു കൈ വെട്ടണമെങ്കിൽ 54 പ്രതികളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 24 ആൾക്കാരെ പിടിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഒരു പ്രശ്നമില്ല. ജൂലൈ 4-ാം തീയതിയിലെ പത്രങ്ങളൊക്കെ നിങ്ങൾ വേണമെങ്കിലും എടുത്തു മറിച്ചു നോക്കാം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ തല കീഴായി മറിച്ചിടാൻ പോവുകയാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. ആകെ കൂടെ പോപ്പുലർ ഫ്രണ്ടുകാർ മൊത്തമായിട്ട് ജയിലിലേക്ക് പോകാനുള്ള സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് മക്കളെ നിങ്ങളൊക്കെ അതിൽ നിങ്ങോട്ട് പോര് എന്ന് ബാപ്പപ്പാപ്പന്മാരെ നമ്മൾ ഉപദേശിക്കുന്ന സമയമായിരുന്നത്. എല്ലാവരും ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് കാരണവന്മാരൊക്കെ ഞങ്ങളോട് പറഞ്ഞു, മോനെ ഇനി നീ ആ പണിക്ക് പോകണ്ട, കാരണം കണ്ടില്ലേ ആകെ പ്രശ്നമാണ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അവരെന്നെ ചിന്തിക്കാൻ തുടങ്ങി, ഒരു കൈ വെട്ടിയതിന് ഇത്രമാത്രം പ്രശ്നം എന്തിനാണ്? അത് കഴിഞ്ഞതിന് ശേഷമാണ് 2 ലീഗുകാരുടെ കാല് വെട്ടിയത് കണ്ണൂരിൽ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിലാത്തറയിൽ. അത് 2 കാലായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പൊ ഇവിടുത്തെ ആകെ പ്രശ്നം കൈ വെട്ടുക എന്നുള്ളതാണ്. തല വെട്ടുന്നിടത്ത് പ്രശ്നമില്ല, കാല് വെട്ടുന്നിടത്തും പ്രശ്നമില്ല, കൈ വെട്ടാൻ പാടില്ല. അധ്യാപകന്റെ കൈ വെട്ടി എന്നാണ് പ്രശ്നം. അധ്യാപകനെ ചവിട്ടിക്കൊന്ന നാടാണ് നമ്മളെ മലപ്പുറം ജില്ല. കീശേരിയിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. അത് പോപ്പുലർ ഫ്രണ്ടാരല്ല, അധ്യാപകനെ ചവിട്ടിക്കൊന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇവിടെ? ഇവിടെ ഒരു പ്രശ്നമില്ല. അധ്യാപകനെ വെട്ടിക്കൊന്നു കണ്ണൂരിൽ. ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായോ? ഇവിടെ പ്രശ്നമില്ല. അപ്പൊ അധ്യാപകനെ വെട്ടുന്നതിലും പ്രശ്നമില്ല. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം ഇവിടെ? എന്തിനാണ് വെട്ടിയത്? അതാരും പറയൂല. കാരണം നമ്മൾക്ക് അറിയൂല. കാരണം നമ്മൾ മലയാള മനോരമയാണല്ലോ വായിക്കുക. മുസ്ലിം സമുദായമാണെങ്കിൽ മനോരമ വായിക്കണം, അല്ലെങ്കിൽ ഇസ്ലാമെന്ന് പുറത്താണ്. ഈമാൻകാര് 7ാമത്തെ പ്രഖ്യാപിച്ച അതിൽ നമ്മൾ മനോരമ വായിച്ചിരിക്കണം. ലീഗുകാരനും മനോരമ വായിക്കുക. ചന്ദ്രികർക്കുണ്ടല്ലോ, ചന്ദ്രിക ടി ക്യാംസ പറഞ്ഞ പോലാണെങ്കിൽ നല്ല സുഖമുള്ള പത്രമാണല്ലോ നമുക്ക്. ഇങ്ങനെ വായിച്ചാൽ 2 സൈഡും വായിക്കാനും പറ്റും, സൗകര്യം. പക്ഷെ അതുപോലും ലീഗുകാർ വാങ്ങൂല. ലീഗുകാർക്ക് എന്താ വേണ്ടത്? മാധ്യമം വാങ്ങണം ഒന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ മനോരമ വാങ്ങണം, ചന്ദ്രിക വാങ്ങണം ലീഗുകാരൊക്കെ. ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്റ്റേജിൽ നിന്നായതുകൊണ്ട് അങ്ങനെ അവിടെ പറയാൻ പറ്റില്ല. എന്നാലും പറയാം, എന്തിനാ വെറുതെ മനോരമ വാങ്ങണം? ഈ മനോരമ വാങ്ങി വായിച്ചത് കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ തോന്നാണ് വെറുതെ വെട്ടുകയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ, ഒരു ആവശ്യമില്ലാതെ. വെട്ടിയോ വെട്ടിയില്ല എന്നുള്ള ഇതുവരെ തീരുമാനമായിട്ടില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ട പോപ്പുലർ ഫ്രണ്ട് വെട്ടിന്ന് ഇങ്ങനെ പറയാൻ. വെട്ടിയതും പോരാ, ഒരു പറയണേ കേട്ടില്ല എന്നൊന്നും വിചാരിക്കണ്ട. പോലീസ് തന്നെ ഇപ്പോൾ കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് യഥാർത്ഥ പ്രതികളെ പിടികിട്ടിയിട്ടില്ല എന്നാണ്. പോലീസിന് തന്നെ മനസ്സിലായിട്ടില്ല ആരാണ് യഥാർത്ഥ പ്രതികൾ എന്ന്. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് മനസ്സിലാവില്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയില്ലല്ലോ. കാരണം പിടിച്ചാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആരാണ്. പിടിക്കട്ടെ, ഞങ്ങൾ തന്നെ പറയണേ, പിടിക്കണം. കുറ്റവാളികൾ ആരാണോ പിടിക്കണം. അതിന് പോപ്പുലർ ഫ്രണ്ടിന്റെ മേലെ കുതിര കയറണ്ട. പോപ്പുലർ ഫ്രണ്ടുകാരാണെങ്കിൽ അവരെയും പിടിക്കണം. CPM-മാർ ഇവിടെ കൈയും കാലും തലയും വെട്ടിയിട്ട് ഓരോ പിടിക്കണില്ല. എന്നിട്ട് CPM-ന്റെ മേലെ ആരോ കുതിര കയറുണ്ടോ? ആരും കയറണില്ലല്ലോ. RSS-കാർ വെട്ടണില്ലേ, അവരുടെ മേലെ ആരോ കുതിര കയറുണ്ടോ? ഇല്ലല്ലോ. RSS-കാർ വെട്ടി RSS-കാരെ പിടിച്ച് ജയിലിടും, കേസ് നടത്തും, ശിക്ഷിക്കും, പ്രശ്നം കഴിഞ്ഞില്ലേ? അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ആകുമ്പോൾ മാത്രം അത് പറ്റൂല. ഞാൻ പറഞ്ഞു വന്നത് എന്താണ് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. പ്രവാചകനെ ഞാൻ ഈ സ്റ്റേജിന്റെ മുകളിൽ നിന്ന് പറയാൻ പറ്റാത്തൊരു വാക്കിൽ തെറി വിളിച്ചു. തെറി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും, പച്ച മലയാളത്തിലുള്ള ഒരു തെറി. എങ്ങനെ? അയാൾ വീട്ടിൽ നിന്ന് വിളിച്ചോന്നല്ല, മക്കളെ കളിപ്പിച്ചതൊന്നല്ല. അയാൾ ഡിഗ്രി പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ഇട്ടതാ. ഒരു ഡിഗ്രി പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം വിവരമൊക്കെ ഉള്ള കുട്ടികളാണല്ലോ ഡിഗ്രിക്ക് പോവുക. അല്ലാത്തവനൊക്കെ 10ാം ക്ലാസ് നിർത്തും. പക്ഷെ ഇവന് ഡിഗ്രിക്ക് പോകുന്ന ഒരു കുട്ടിയുടെ ക്ലാസ്സിൽ ചോദ്യപേപ്പർ ഇട്ടിരിക്കുക മാഷ്. പ്രവാചകനെ വളരെ മോശമായ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടൊരു ചോദ്യം. അതൊക്കെ എൻ്റെ ആവശ്യമില്ല. DTP അത് അടിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ PU, ആ ടൈപ്പ് റൈറ്റർ അടിച്ചുകൊണ്ടിരിക്കുന്ന ക്ലർക്ക് ചോദിച്ചു, അല്ല മാഷേ ഈ ചോദ്യം ഇട്ടാൽ ഒരു പ്രശ്നമാവുമല്ലോ, മുസ്ലിം സമുദായത്തിലെ ആൾക്കാർക്ക് ചൂടാവൂലേ, പ്രശ്നം ഉണ്ടാവൂലേ? അപ്പൊ അയാൾ പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാകാൻ പോണില്ല, ചോദ്യം അങ്ങനെ തന്നെ വേണം. മാനേജ്മെന്റ് ചോദിച്ചു, അല്ല മാഷേ ഇത് പ്രശ്നമാവൂലേ? പ്രശ്നം ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെ, ഞാൻ ഏറ്റു, പ്രശ്നമാവാണെങ്കിൽ അടിച്ചോ. അങ്ങനെ അടിച്ചു, ചോദ്യപേപ്പർ അടിച്ചു, ചോദ്യം എഴുതിയപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, മാഷേ ഇത് ഞങ്ങളുടെ പ്രവാചകനെ ചീത്ത പറയണതാണല്ലോ. മാഷി പറഞ്ഞു, അങ്ങനെ ആരെയും ചീത്ത പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മാഷേ, ഇത് പ്രശ്നമാവും. മാഷി ചോദ്യപേപ്പർ മാറ്റിയിട്ട് പരീക്ഷ നമുക്ക് പിന്നെ നടത്താം. ഒരു പ്രശ്നം ഉണ്ടായില്ല, മാഷി പിൻവലിച്ചില്ല. അവസാനം സംഭവിക്കേണ്ടത് എന്തോ സംഭവിച്ചു. അപ്പോൾ അന്ന് ചോദ്യപേപ്പർ ഇറക്കിയതിനെ പറ്റി ആർക്കും ഒരു വിരോധം. പ്രവാചകൻ ആർക്കും തെറി വിളിക്കാന്ന് അങ്ങനെ ഉണ്ടോ? ഇവിടെ പ്രവാചകന്റെ മദ്ഹ് നടത്തുന്ന, സമ്മേളനം നടത്തുന്ന, ചോറ് വെച്ച വിളമ്പുന്ന, ഘോഷയാത്ര നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ.
അവരെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ഇത് അയാൾ ചെയ്തത് ശരിയായില്ല എന്ന്? അവരെന്തെങ്കിലും പറയണ്ട. അവർ മിണ്ടിയിട്ടില്ല. അവർ പ്രവാചകനെ കുറിച്ചുള്ള പരിപാടികൾ നടത്തുന്നു, സമ്മേളനം നടത്തുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒരു അക്ഷരവും മിണ്ടുന്നില്ല. പ്രവാചകൻ എല്ലാവർക്കും കയറി നിരങ്ങാൻ ഇങ്ങനെ പറ്റുമോ? അതൊരു ശരിയല്ലല്ലോ. അത് മാത്രമല്ല, ആ സമയത്ത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താ? ആലപ്പുഴയിൽ സെന്റ് ബിലീവേഴ്സ് ചർച്ചിൽ 9ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരുന്ന മഫ്തട്ട് സ്കൂളിൽ പോയിരുന്ന ഒരു കുട്ടി നബാല. ആ കുട്ടിയോട് 10ാം ക്ലാസ്സിൽ ജയിച്ചപ്പോൾ മാഷി പറയാ, ഈ നാളെ മുതൽ മഫ്തട്ട് വരാൻ പാടില്ല, മഫ്തടാൻ പാടില്ല, അവിടുത്തെ നിയമമാണ് മഫ്തടാൻ പാടില്ല എന്ന് 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ കേസ് കൊടുത്തു, പ്രശ്നമായി. നമുക്കറിയാലോ. നമുക്കറിയണമെങ്കിൽ മനോരമ അല്ലാത്ത ഏതെങ്കിലും പത്രം വായിക്കണം, എന്നാലേ അറിയുള്ളൂ. കോഴിക്കോട് സെന്റ് മൈക്കിൾസ് സ്കൂളിൽ മഫ്തടാൻ പാടില്ല. ആലപ്പുഴയിലെ മറ്റൊരു സ്കൂളിൽ മഫ്തട്ട് വന്ന അധ്യാപികയെ മുഖത്തടിക്കുന്നു ടീച്ചർ, പ്രധാന അധ്യാപിക. ഇത് മാത്രല്ല, ചുങ്കപ്പാറയിൽ ഒരു സാം ജേക്കബ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതിയിട്ട് അതിൻ്റെ മുകളിലൊരു വസീയത്തുണ്ട്. എന്താ? ഞാൻ മരിച്ചതിന് ശേഷമേ ഇത് പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. അങ്ങനെ അയാൾ മരിച്ചു, അത് പ്രസിദ്ധീകരിച്ചു. അത് പ്രസിദ്ധീകരിച്ച് നോക്കുമ്പോൾ എന്താ അതിലുള്ളത്? പ്രവാചകനെ വളരെ മോശമായിട്ട് അധിക്ഷേപിക്കുന്ന പുസ്തകം. പോലീസിന് അവസാനം കേസെടുക്കേണ്ടി വന്നു. പോലീസ് അത്രയും മോശമായ ഭാഷയിൽ മുസ്ലിം സമുദായത്തെ ഭീഷണിപ്പെടുത്തുന്നു, മുസ്ലിം സമുദായത്തെ ഇകഴ്ത്തുന്നു, പ്രവാചകനെ ചീത്ത വിളിക്കുന്നു. അപ്പൊ ഒരു സംഭവം മാർച്ച് മാസത്തിൽ നമുക്കറിയാം കേരളത്തിൽ ഇങ്ങനെ നിരന്തരമായ സംഭവങ്ങൾ അരങ്ങേറുക. അതിൻ്റെ ഒരു അറ്റത്താണ് ഇയാളുള്ളത്, സഖാവ് ടി ജെ ജോസഫ്. സഖാവ് ടി ജെ ജോസഫിന്റെ വക ചോദ്യപേപ്പറും. ഇത് പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ മുസ്ലിം സമുദായം പ്രകടനം നടത്തി, അവിടെ പൊതുയോഗങ്ങൾ നടന്നു, പ്രതിഷേധങ്ങൾ നടന്നു. അപ്പൊ പോലീസ് ഇടപെട്ടു. പോലീസ് പറയുന്നത് എന്താണെന്നറിയോ? ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വർഗീയ കലാപം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് പോലീസിന്റെ ഒരു വശം. വർഗീയത എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും പിന്നോട്ട് നിൽക്കും. തീവ്രവാദം എന്ന് പറഞ്ഞാലും എളുപ്പമുള്ള വാക്കാണ്. ഒരു സമുദായത്തെ അടക്കാൻ വർഗീയതയാണ്. ഒരു വർഗീയത അവിടെ ഇല്ല. ക്രിസ്ത്യാനികളായിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് നിലവിൽ യാതൊരു പ്രശ്നവുമില്ല. അവിടുത്തെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് സ്കൂൾ നടത്തുന്നത്. അവർ പറഞ്ഞു അയാൾ ചെയ്തത് തെറ്റാണ്. ക്രിസ്ത്യാനിയാണ് അവിടുത്തെ DTP ഓപ്പറേറ്റർ, അയാളും പറഞ്ഞു തെറ്റാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളായിട്ട് ഇവിടെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൊഫസർ ടി ജെ ജോസഫ് എന്നാണ് മനോരമ പറയാ. പക്ഷെ അതല്ല, സഖാവ് ടി ജെ ജോസഫ് അങ്ങനെയാ പറയേണ്ടത്. അയാളെ പൂവിട്ട് പൂജിച്ച ഏക സംഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ കൊടി പിടിക്കുന്ന മുസ്ലിം സമുദായത്തിൽ ആൾക്കാരുണ്ടെങ്കിൽ ഒരു അപേക്ഷ ഉണ്ട്, പള്ളിയിൽ പോയിട്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന ഒരുത്തനും പ്രവാചകനെ നിന്ദിച്ചവന് 1,00,000 ഉറുപ്പ്യ കൊടുത്ത പിണറായി വിജയന് സിന്ദാബാദ് വിളിക്കാൻ പറ്റൂല. എങ്ങനെ പറ്റാ? രണ്ട് തോണിയിലാകാല്? അത് ശരിയല്ലല്ലോ. പ്രവാചകനെ ചീത്ത വിളിച്ച ഒരുത്തനെ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ നയം അങ്ങനെ തന്നെയാണ്. അങ്ങോട്ട് ഞാൻ വരാം. പക്ഷെ ഇവിടെ സഖാവ് ടി ജെ ജോസഫ്, ക്രിസ്ത്യാനി ടി ജെ ജോസഫ് അല്ല, സഖാവ് ടി ജെ ജോസഫ്, അദ്ദേഹം ഇങ്ങനെ ഒരു അധിക്ഷേപം നടത്തുകയാണ്. അത് ക്രിസ്ത്യാനികളുമായിട്ട് യാതൊരു ബന്ധവും ആ സാധനത്തിനില്ല. ഭരണകൂടം അഥവാ പോലീസ് എന്താ ചെയ്തത്? പോലീസ് ചെയ്തത് ഒന്നാമത്തെ റെയ്ഡാണ്. നിങ്ങളുടെ തൊട്ടപ്പുറത്തെ നാട്ടിൽ കുന്നുംപുറത്ത് റെയ്ഡ് നടത്തി. എവിടെ? പോപ്പുലർ ഫണ്ടുകാരനാണ് ഇത് ചെയ്തതെന്നാ പറയണത്. പക്ഷെ റെയ്ഡ് STPIന്റെ ഓഫീസിൽ. ആ പാവങ്ങൾ എന്ത് വെച്ചു? STPI എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. എനിക്ക് മനോജ് കുമാറാണ് അതിന്റെ സെക്രട്ടറി, ഒരു രാധ അതിന്റെ വൈസ് പ്രസിഡന്റുമാണ്. പിന്നെ P അബ്ദുൽ മജീദ് ഫൈസി ഉണ്ട്, പിന്നെ KP മുഹമ്മദ് ഷെരീഫ്, ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ടാക്കിയ ഒരു സാധനമാണല്ലോ STPI. അതാ ആലോചനയിൽ പോപ്പുലർ ഫണ്ടിനും പങ്കുണ്ട്. പക്ഷെ അതൊരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ദളിതനും നായരും നമ്പൂരും ഒക്കെ ഉണ്ടായില്ലേ. എന്തിനാ അതിന്റെ പിന്നാലെ കൂടുന്നത്? STPIക്കാർ എന്താ ചെയ്തോ? അതിൽ STPI അല്ലല്ലോ, പോപ്പുലർ ഫണ്ടാണല്ലോ ചെയ്ത് നിങ്ങൾ പറയണത്. പക്ഷെ കുന്നുംപുറത്ത് വരെ റെയ്ഡ് നടത്തുന്നത് പോപ്പുലർ ഫണ്ട് ഓഫീസിലാണ്, അല്ല STPIന്റെ ഓഫീസിലാണ്. കോഴിക്കോട് രാജാജി റോഡില് പോപ്പുലർ ഫണ്ടിന്റെ സംസ്ഥാന ഓഫീസ് ഉണ്ട്, റെയ്ഡ് നടത്തി. മഞ്ചേരിക്കടുത്ത് ഗ്രീൻ വാലി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, ഒരു കോളേജൊക്കെ കൂടിയുള്ള ഏർപ്പാടാ, അവിടെ റെയ്ഡ് നടത്തി. സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ പോലീസ് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ മുഴുവൻ ലംഘിച്ച് വന്നിട്ട് ഭീഷണിപ്പെടുത്തുക, കുട്ടികളെ പിടിച്ചുണ്ടോ അല്ലെങ്കിൽ ഇയാളെ കൊണ്ടാക്കണം എന്നാ. എല്ലാ വീടുകളിലും റെയ്ഡാ. എന്നിട്ടോ ഈ റെയ്ഡിലൊക്കെ വളരെ ഭീകരമായ രേഖകൾ പിടികൂടി. അല്ലെങ്കിൽ പോപ്പുലർ ഫണ്ടുകാർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്താ? പോപ്പുലർ ഫണ്ടുകാർ വീട്ടിലൊക്കെ CD കൊണ്ടുപോയി വെക്കുക. അത് ചെയ്യാൻ പറ്റുമോ? അത് ഏത് CD? ഇറാഖ് യുദ്ധത്തെക്കുറിച്ചുള്ള CD. വളരെ ഭീകരവാദമല്ലേ? ഏത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന CD എപ്പോഴും കിട്ടുന്നുണ്ട്, നിരോധിച്ചൊന്നുമില്ല. ഇപ്പോഴും ഞങ്ങൾ പ്രവർത്തകരെടുത്ത് പൈസ കൊണ്ടുകൊടുത്താൽ അവർ തരും. മാറാട് CD ഉണ്ട്, വേണമെങ്കിൽ വാങ്ങണം, നിങ്ങൾ പൈസ എടുത്ത് വാങ്ങണം നിങ്ങൾ എല്ലാവരും.
മാറാട് എന്താ നടന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള CD, ഗുജറാത്ത് സംഭവത്തെക്കുറിച്ചുള്ള CD, ഇറാഖ് യുദ്ധത്തെക്കുറിച്ചുള്ള CD, ബാബരി മസ്ജിദിനെ കുറിച്ചുള്ള CD. ഇതിൻ്റെ ഇടയിൽ കൂടി CD കച്ചവടം കൂടി നടന്നു കിട്ടിയാൽ ലാഭമാണല്ലോ. ഇങ്ങനെ കുറെ CD-കൾ വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് രഹസ്യരേഖ, ഭീകരവാദ രേഖകളാണ്. പിന്നെന്താ ലഘുലേഖ. ഇനി എങ്ങാനും വേങ്ങരയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ പിന്നെ VP നസറുദ്ദീൻ സംസാരിക്കുന്നു, അതൊന്നും വീട്ടിൽ കൊണ്ടുപോയി വെക്കണ്ട കേട്ടോ. ആരും നല്ലൊരു സാധനമാണ് വിചാരിച്ചിട്ട് കൊണ്ടുപോയി വെക്കണ്ട. എന്നാണ് അത് ഭീകരവാദ രേഖയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കണം. അതൊക്കെ ഇവിടെ തന്നെ കീറിയിട്ടേക്കാണ്ടി, അല്ലെങ്കിൽ അവിടെ പിന്നെ വീഡിയോ വലിക്കാൻ തീ കൊടുത്തേക്കാണ്ടി. വെറുതെ പുരയിലൊന്നും കൊണ്ടോണ്ട. കാരണം അതൊക്കെയാണ് ഭീകരവാദ രേഖ. പോപ്പുലർ ഫണ്ടുകാർ പള്ളിയിൽ വിതരണം ചെയ്ത നോട്ടീസ്, പോപ്പുലർ ഫണ്ടുകാർ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് കൊണ്ടുകൊടുത്ത ലഘുലേഖ, ഇതൊക്കെയാ പോലീസ് ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലും വലിയ തമാശ ഉണ്ടായി കണ്ണൂർ ജില്ലയിൽ. ഒരു ആപ്പ വണ്ടിയിൽ ആയുധം പോവാണ്. ആദ്യം ആയുധം എന്തിനാ? പോപ്പുലർ ഫണ്ടുകാരൻ്റെ പറമ്പ് കൊണ്ടുപോയി വെക്കുക. അതിൻ്റെ പിന്നാലെ പോലീസ് ജീപ്പ്. ആളുകൾ ദേശാഭിമാനി മനോരമ മാത്രമല്ലല്ലോ വായിക്കുക, അല്ലാത്തതും വായിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ അതിൻ്റെ പിന്നാലെ കൂടി വെക്കുമ്പോൾ ഒരു ആപ്പയിൽ നിറച്ച ആയുധമാണ്. എന്തിന്? ഇതവിടെ കൊണ്ടുപോയി വെച്ചിട്ടാണ് പോലീസിന് വന്ന് പിടിക്കാനേ. പൊളിഞ്ഞു, ആൾക്കാർ പിടിച്ചു, പോലീസ് അബദ്ധം സംഭവിച്ചു തിരിച്ചുപോയി. എമ്മാതിരി നാണക്കേടാണ് നമ്മുടെ കേരളത്തിലാ സംഭവിക്കുന്നത്. കേരള പോലീസിൽ പോപ്പുലർ ഫണ്ടുകാരുമായിട്ട് യോജിച്ച് നിൽക്കുന്ന ആരുണ്ടോ അവരൊക്കെ കുടുങ്ങിയിട്ടുണ്ടെന്ന്. ഈ പൊതുയോഗത്തിന് പ്രസംഗം കേൾക്കാൻ വന്ന പോപ്പുലർ ഫണ്ടുകാരല്ലാത്തവർ ശ്രദ്ധിക്കണം, നല്ലതാ. കുടുങ്ങിയിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ചെറൂർ ശുഹതാക്കൾ അനുയായികളാന്ന് പറഞ്ഞ് വലിയ ഉസാറായി നടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പോലീസ് വരുന്നവരെ കാല് വർക്കരുത്. STPI-കാരെടുത്ത് വന്ന്, കാരണം ഓല് ഞങ്ങളായിട്ട് ലേശൊരു ബന്ധമുണ്ട്. MRDF, ഈ CD ഒക്കെ ഇറക്കുന്നത് പോപ്പുലർ ഫണ്ടുകാരല്ല. MRDF എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ്, മീഡിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ. അവരെയും പിടിച്ചു, ഓഫീസ് റെയ്ഡ് നടത്തി. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അതൊരു വിദ്യാർത്ഥി സംഘടനയാണ്, പോപ്പുലർ ഫണ്ടല്ല, വേറൊരു സാധനമാണ്. അവിടെയും റെയ്ഡ് നടത്തി. നാഷണൽ വിമൻസ് ഫ്രണ്ട്, അവിടെയും റെയ്ഡ് നടത്തി. ഗ്രീൻ വാലി അക്കാഡമി, അവിടെയും റെയ്ഡ് നടത്തി. ആരൊക്കെയാണോ പോപ്പുലർ ഫണ്ടുകാരുടെ അടുത്തുകൂടെ പോയത് അവരൊക്കെ റെയ്ഡ് നടത്തി. പിന്നെ ഒരു മനുഷ്യാവകാശ സംഘടന ഉണ്ട്, NCHRO, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, മനുഷ്യാവകാശ സംഘടന. അവരുടെ ഓഫീസിലും റെയ്ഡ്. അങ്ങനെ ആരൊക്കെ പോപ്പുലർ ഫണ്ടുമായി സഹകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുകൂടെ പോയിട്ടുണ്ടോ അവരുടെ ഒക്കെ വീട്ടിൽ റെയ്ഡ്. പേടിപ്പിക്കുകയാണ്. എന്ത്? പോപ്പുലർ ഫണ്ടുകാരുമായി സഹകരിച്ചാൽ സഹകരിക്കുന്നവരെയും ഞങ്ങൾ അകത്താക്കുന്ന. കാരണം എന്താ? കൈ വെട്ടിയോ കാല് വെട്ടിയോ എന്നുള്ളതൊന്നല്ല പ്രശ്നം. പോപ്പുലർ ഫണ്ടുമായി സഹകരിക്കാൻ പാടില്ല. എന്താ പ്രശ്നം? അഡ്വക്കേറ്റ് NM സിദ്ദീഖ് എന്ന് പറഞ്ഞ ഒരുത്തനെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. പാവപ്പെട്ട മനുഷ്യൻ, പോപ്പുലർ ഫണ്ടുകാരൊന്നല്ല, മൂപ്പരൊരു സാധുവാണ്. പക്ഷെ മൂപ്പർക്ക് ഇന്ത്യയിലെ ഈ നിയമവ്യവസ്ഥയിലൊക്കെ ലേശം വിശ്വാസമുണ്ട്. പോപ്പുലർ ഫണ്ടുകാരനുമല്ല, ഇസ്ലാമുമായിട്ട് വലിയ ബന്ധമൊന്നും മൂപ്പർക്കില്ല. 5 നേരം മര്യാദയ്ക്ക് നിസ്കരിക്കൊന്നുമില്ല. അത് അയാൾ തന്നെ പറയും, ഞാൻ അയാളെ കുറ്റം പറയുന്നില്ല, അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന സംഗതിയാണ്. ഇസ്ലാമികമായിട്ട് വലിയ ചിട്ടയൊന്നുമില്ല. മൂപ്പര് ചെയ്ത പണി. മൂപ്പർക്ക് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എന്തോ നടക്കുന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ ഉള്ളൊരു മനുഷ്യനാണ്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം KG ബാലകൃഷ്ണന്റെ മോന് വലിയ വീടുണ്ടാക്കി കോടികളുടെ അഴിമതി നടത്തി എന്നൊക്കെ എപ്പോൾ പറയണത് യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. യൂത്ത് കോൺഗ്രസ് തന്നെ പറയണത് അയാളെ പുറത്താക്കണം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണ്. അയാൾ വലിയ മുന്തിയോനാണെന്നുള്ള അഭിപ്രായമൊന്നും ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലെ പത്രങ്ങൾക്കൊന്നുമില്ല. പക്ഷെ അയാളൊക്കെ കാര്യങ്ങൾ നേരാവഴിക്ക് നടക്കുന്ന പറഞ്ഞിട്ട് PDF പോയിട്ട് 4 A4 ഷീറ്റ് വാങ്ങിക്കൊണ്ടു വന്നിട്ട് NM സിദ്ദീഖ് എന്ന് പറഞ്ഞ മനുഷ്യൻ എറണാകുളത്തെ ഈ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല പരാതിയായി ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുത്തു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കോപ്പി, കേരള മനുഷ്യാവകാശ കമ്മീഷന് വേറൊരു കോപ്പി. മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്തു? DGP, ഹോം സെക്രട്ടറി, മുഖ്യമന്ത്രി തുടങ്ങിയ ആൾക്കാർക്കൊക്കെ നോട്ടീസ് അയച്ചു, വിശദീകരണം ചോദിച്ചിട്ട്. ഉടൻ തന്നെ ചെയ്ത പണി എന്താണെന്നറിയോ? അഡ്വക്കേറ്റ് NM സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്തു. ഏതില്? കൈവെട്ട് കേസിൽ പ്രതിയാണത്ര അയാള്. എന്താ അയാൾ ചെയ്തത്? കൈവെട്ട് കേസിന്റെ പേരിൽ വീട് മുഴുവൻ നടന്നിട്ട് റെയ്ഡ് നടത്തി സ്ത്രീകളെയും കുട്ടികളെയും പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുന്നതിനുമെതിരെ ഒരു പരാതി കൊടുത്തു എന്നുള്ളതാണ് മൂപ്പര് ആകെ ചെയ്ത തെറ്റ്. വേറെ ഒരു പണി അയാൾ എടുത്തിട്ടില്ല. അയാളെയും പിടിച്ചു, അറസ്റ്റ് ചെയ്തു. 52 ദിവസം ആ പാവം ജയിലിൽ കിടന്നു. ഇതാ ഞാൻ പറഞ്ഞത്, പോപ്പുലർ ഫണ്ടുകാരോട് ലോഹ്യം പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു മതി. അത്യാവശ്യം ധൈര്യം ഉണ്ടായാൽ മതി. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ലോഹ്യം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിലും കിടക്കേണ്ടി വരും. പേടിപ്പിക്കുന്നല്ല. ഡോക്ടർ റനീഫ് എന്താ ചെയ്തത്? മൂപ്പരെടുത്ത് ചികിത്സ തേടി വന്ന കുറച്ച് ആൾക്കാരെ ചികിത്സിച്ചു, പിടിച്ചു, ജയിലിലിട്ടു. ജാമ്യം കൊടുത്തു ഹൈക്കോടതിക്ക് ലേശം വിവരം ഉണ്ടായതുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞു ഇയാളെ മേലിൽ വെറുതെ കേസെടുത്തതാണ്, ജാമ്യം കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് എന്താ ചെയ്തെന്നറിയോ? സുപ്രീം കോടതി പോയിരിക്കുക. എന്തിന്? ഇയാളെ ജാമ്യം ക്യാൻസൽ ചെയ്യണം. എന്താ ഗവൺമെന്റിന് ഇത്ര വാശി? കോടതിക്ക് ബോധ്യപ്പെട്ട് ജാമ്യം കൊടുത്തൊരു കേസിൽ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് സുപ്രീം കോടതിയിൽ CPM പോയിരിക്കുക.
CPM-ന്റെ AKG സെന്ററിലെ ഫണ്ട് എടുത്തിട്ടല്ല, നമ്മളൊക്കെ നികുതി പൈസ എടുത്തിട്ട് പോയിരിക്കുക സുപ്രീം കോടതിയിൽ ഡോക്ടർ ഹനീഫിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണം. പ്രൊഫസർ അനസ് മൂപ്പര് എന്താ ചെയ്തത്? ഈ പോലീസ് ഈ രീതിയിൽ എറണാകുളത്തൊക്കെ പീഡനം നടത്തുന്ന കണ്ടപ്പോൾ പ്രകടനം വിളിച്ചു, പോലീസ് സ്റ്റേഷന് മുമ്പ് പോയിട്ട് മുദ്രാവാക്യം വിളിച്ചു, അവിടെ ഒരു പ്രസംഗം നടത്തി. അന്ന് അയാളെ പിടിച്ചു കൊണ്ടുപോയി ചോദ്യം ചെയ്യാനാണ് പിടിച്ചത്. ചോദ്യം ചെയ്യാൻ പിടിച്ചപ്പോഴേക്കും നമ്മുടെ ഇന്ത്യ വിഷൻ അടക്കമുള്ള ചാനലുകളിൽ വാർത്ത എന്താ? കൈവെട്ട് കേസ്, പ്രൊഫസർ അറസ്റ്റിൽ. എന്നിട്ട് ഈ കേസ് അന്വേഷിക്കുന്ന DYSP പ്രൊഫസർ അനസിനോട് പറയാ, നിങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യാനാണ് വിളിച്ചത്, പക്ഷെ ഇപ്പോൾ ചാനലുകളിലൊക്കെ നിങ്ങളെ അറസ്റ്റ് ചെയ്തു എന്ന് വാർത്ത വന്നു തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല, അറസ്റ്റ് ചെയ്യാൻ. എന്തൊരു അവസ്ഥയാണ്! കേരളത്തിൽ ജനാധിപത്യമുണ്ട്, മതേതരത്വമുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ചാനലിൽ വാർത്ത വന്നു എന്നാ. അയാളെയും കടത്തി കുറേ ദിവസം, അയാൾ ജനങ്ങൾ ജയിപ്പിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാക്കി. പക്ഷേ ആ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കോടതിയിൽ. വീണ്ടും നമ്മുടെ ഗവൺമെന്റ് അയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. എന്തിനാണ് ഇത്രയും വാശി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോട്? പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു, വീട്ടിൽ വന്ന് ശല്യം ചെയ്തപ്പോൾ ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു, എന്തിനാണ് നിങ്ങൾ വീട്ടിൽ വന്നതെന്ന് ചോദിച്ചു. അയാളുടെ പേരിലും കേസെടുത്തു. ചോദിക്കാൻ പാടില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യാൻ പാടില്ല, പ്രതിഷേധ പ്രകടനം വിളിക്കാൻ പാടില്ല, പരാതി അയക്കാൻ പാടില്ല, എന്തിനാ വന്നതെന്ന് ചോദിക്കാൻ പാടില്ല. മിണ്ടിയ കേസാണ്. മിണ്ടിയ പൊറാട്ട എന്ന് പറഞ്ഞിട്ടില്ല, അതേമാതിരി തന്നെ മിണ്ടിയ കേസ്. ചോദിക്കാൻ പാടില്ല എന്തിനാ വന്നതെന്ന്. എന്നിട്ടോ പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകളെ മൂന്നാം മുറ പീഡനമാണ്. നമ്മളൊക്കെ പണ്ട് നക്സലുകാരുടെ കാര്യത്തിൽ കേട്ടതുപോലെയുള്ള മൂന്നാം മുറ പീഡനങ്ങൾ പോലീസ് ഏൽപ്പിക്കുന്നു. ഉരുട്ടലും ഷോക്കും അടക്കമുള്ള സാധനങ്ങൾ ഈ പ്രതികളെ ഏൽപ്പിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെ മീറ്റിംഗ് നടക്കുന്നിടത്തൊക്കെ പോലീസ്, മീറ്റിങ്ങിന്റെ അകത്ത് പോലീസ് കയറിയിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടുകാർ ഒരു പോസ്റ്റർ ഒട്ടിച്ചു, എന്താ? ഇന്ത്യയിൽ നടന്നിട്ടുള്ള സ്ഫോടനങ്ങളുടെ ഉത്തരവാദി RSS ആണ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിച്ചു. അതിനെതിരെ കേസ്. അങ്ങനെ അനങ്ങാൻ പാടില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം MK അഷ്റഫിനെ പ്രതിയാക്കി കേസെടുത്തു അദ്ദേഹത്തിന്റെ പേരിൽ. മുൻപാണ്, ഇപ്പൊ അദ്ദേഹം മെമ്പറല്ല. ഇപ്പൊ അദ്ദേഹം മെമ്പറല്ലെന്ന് പറയാൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. മനോരമ വായിച്ചാലും അറിയും, അവരും കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ഒക്കെ. നമ്മൾ വിചാരിച്ചത് ഇതൊക്കെ കൂടി ഉണ്ടായാൽ ഇനി പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായിട്ട് ആരും കിട്ടില്ല എന്നാണ്. ഇവിടെ അടിച്ച പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അടിയിൽ സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ പ്രസംഗിക്കുന്നതാ. അതിന്റെ മുകളിലേക്ക് വരയിട്ടിട്ട് മുൻ സംസ്ഥാന പ്രസിഡന്റ് എന്നാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പം മൂപ്പര് പ്രസിഡന്റ് അല്ല, വേറെ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. പ്രസിഡന്റ് ആവാനൊക്കെ ആളിൽ കുറേ ഉണ്ട്, ബേജാറാണ്ടി ഒന്നുമില്ല. ഇത്രയും വലിയ ഭീഷണി ഉണ്ടായിട്ടും കരമൻ അഷ്റഫ് മൗലവിയാണ് ഇപ്പോൾ പ്രസിഡന്റ്. അപ്പോൾ ഇവിടെ കുറെ ആൾക്കാർക്ക് ഹാലിളകാൻ മൗലവിമാരൊക്കെ ഉണ്ട്, അത് വേറെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് മൗലവിനെ ഉണ്ടാക്കിയെന്നൊക്കെ പറയും. നിങ്ങളെന്തോ പറഞ്ഞോളി. UAPA പ്രകാരമാണ് നോട്ടീസ്. അത് പുതിയ സാധനമാണ്. UAPA, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. ഇത് പ്രകാരമാണ് നോട്ടീസ്. എല്ലാവർക്കും നോട്ടീസാ. ഇടക്കിടക്ക് നോട്ടീസ് വരും. എന്താ നോട്ടീസിൽ? ഇപ്പൊ അവസാനം വന്ന നോട്ടീസിൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്ററോട് ചോദിച്ചിട്ടുള്ളത് 2008 മുതലുള്ള സംഘടനയുടെ വരവ് ചെലവ് കണക്ക്. സംഘടനയുടെ യൂണിറ്റ് നേതാക്കന്മാർ മുതൽ അഖിലേന്ത്യാ നേതാക്കന്മാർ വരെയുള്ളവരുടെ പേര്, അഡ്രസ്സ്, യൂണിറ്റ് തലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള ഓഫീസുകളുടെ സ്ഥലം, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇതൊക്കെ കൊടുക്കണം എന്നാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നല്ല സുഖമുള്ള പരിപാടിയാണ്. പെട്രോൾ നമ്മളെ വക, ബാക്കിയുള്ളതൊക്കെ നമ്മളെ വകയാണ്, നമ്മളെ പൈസ ആണല്ലോ ഇതൊക്കെ. പക്ഷെ സുഖമുള്ള പരിപാടി ഇപ്പോൾ സ്വീകരിച്ചെന്താണെന്നറിയോ? ഒരു നോട്ടീസ് തരിക, എന്നിട്ട് നമ്മൾ വലിയൊരു ലോറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ ആപ്പ വിളിച്ചിട്ടോ 2004 മുതലുള്ള കണക്കുമായിട്ട് ഇങ്ങനെ പോവുക. എല്ലാവരും അഡ്രസ്സും പേരും ഫോൺ നമ്പറും കൊണ്ട് പോലീസിന് കൊടുക്കുക. പോലീസ് ഇങ്ങനെ ഫാനിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. എന്തൊരു സുഖമുള്ള ഏർപ്പാടാ! ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. UAPA പ്രകാരം നോട്ടീസ്. അന്ന് UAPA വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്കെതിരെയാണ് UAPA, ഇനി നിങ്ങൾക്കെതിരെയാവും, അതുകൊണ്ട് എല്ലാവരും ശബ്ദിക്കണം എന്ന് പറഞ്ഞു. ആര് ശബ്ദിക്കണ്? ആരും മിണ്ടിയില്ല. ഇപ്പം UAPA പ്രകാരം കുടുങ്ങിയതാരാ? സൂഫിയ മഹദിനിയാണ്. സൂഫിയ മഹദിനി അടക്കം കുറെ ആൾക്കാർ കുടുങ്ങി. അവർക്കൊക്കെ UAPA. ഇത് ഭയങ്കര ഭീകരമായ നിയമമാണ് UAPA എന്ന് പറഞ്ഞ സാധനം. എന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് 90 ദിവസം ഒരു മനുഷ്യന് ജാമ്യത്തിലിടാൻ പറ്റുള്ളൂ കുറ്റപത്രം സമർപ്പിക്കാതെ. പക്ഷെ ഇതിൽ 150 ദിവസം വരെ ഇടാം. എന്ന് പറഞ്ഞാൽ 6 മാസം ഒരുത്തനെ പിടിച്ചിട്ട് ജയിലിലിടാം, ജാമ്യം കൊടുക്കാതെ, കുറ്റപത്രം കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട, ജയിലിൽ പിടിച്ചിട്ടേക്കാം. തീവ്രവാദിയാണെന്ന് ഇപ്പോൾ പോലീസിന് തോന്നിയാൽ മതി, അവനെ തീവ്രവാദിയാക്കി പിടിച്ച് ജയിലിൽ കൊണ്ടിടാം. ഏറ്റവും ചുരുങ്ങിയത് 6 മാസം അവനവിടെ കിടന്നോളും. അതുവരെ കോടതിയോടൊന്നും പറയേണ്ടിയില്ല, കോടതി ഒന്നും ചോദിക്കൂല, അതുകൊണ്ട് ജാമ്യം തരൂല്ല.
ഇപ്പൊ ജാമ്യം തരാത്തത് അതുകൊണ്ടാണല്ലോ. കോടതിക്ക് ജാമ്യം തരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി, UAP ഇട്ടാൽ. ഇങ്ങനെ ഭീകരമായ നിയമം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നടപ്പിലാക്കുന്നത്. അതാ സങ്കടം. കരി നിയമങ്ങൾക്കെതിരെ ഒരുപാട് സമരം ചെയ്ത ആൾക്കാരാ. എന്നിട്ടോ പോലീസിന്റെ ഭാഗത്തു നിന്ന് മതനിന്ദ വേറെ എന്ന് പറഞ്ഞാൽ പ്രവാചകനെ നിന്ദിച്ചതിന് എന്തെങ്കിലും അക്രമം ചെയ്ത ആളുകളാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ പിടിച്ചുകൊണ്ടുപോണത്. എന്നിട്ട് പോലീസ് ചോദിക്കുക, നീ പ്രവാചകനെ ചീത്ത പറഞ്ഞാൽ നിനക്ക് ചൂടാവില്ലടാ എന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ 4 ചീത്തയാ പോലീസിന്റെ വക. എന്നാ നീ ഒന്ന് ചെയ്യുന്നത് കാണട്ടെ. പ്രവാചകനെ നിന്ദിക്കുക പോലീസിന്റെ വക വേറെ. നേരത്തെ അവിടെ സൂചിപ്പിച്ചു ഉദ്ഘാടനത്തിൽ, ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കേരള പോലീസിൽ എന്തോ ചില പുഴുക്കുത്തുണ്ട്. കേരള പോലീസിന് എന്തോ ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിന്ദുത്വ വർഗീയതയുടെ ചില അനുരണനങ്ങൾ ഞങ്ങൾ കേരള പോലീസിൽ കാണുന്നുണ്ട്. ഒരു പത്രക്കാരൻ ചോദിച്ചല്ലോ അവിടെ DYSP കൃഷ്ണകുമാറിനോട്, നിങ്ങൾക്ക് RSSുമായി ബന്ധമുണ്ടെന്നൊരു ആരോപണം ഉണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് ഞാൻ RSSന്റെ പ്രചാരകായിരുന്നു എന്നാണ്. ഞാൻ RSSന്റെ പ്രചാരകായിരുന്നു. ഒരു മടിയില്ല അദ്ദേഹത്തിന് പറയാൻ. RSS ആണല്ലോ ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സ്ഫോടനം നടത്തിയെന്ന് വെച്ചപ്പോൾ മൂപ്പര് മിണ്ടണില്ല. RSS ആണ് എന്നതിൽ ഇപ്പോഴും അഭിമാനം കൊള്ളുക ആര്? കേരള പോലീസിലെ DYSP. ജാമ്യം ചോദിച്ചു കോടതിയിൽ ഹർജി സമർപ്പിക്കുമ്പോൾ ഉടൻ തന്നെ പോലീസിന്റെ റിപ്പോർട്ട് വരുന്നു. പോലീസ് സത്യവാങ്മൂലം സമർപ്പിക്കുന്നു കോടതിയിൽ. എന്താ സത്യവാങ്മൂലത്തിൽ പറയണത്? ജാമ്യം നിഷേധിക്കണം. ഒന്നാമത്തെ കാരണം, ഈ പ്രതികളിൽ ഒരാളുടെ കയ്യിൽ നിന്ന് വിവേകത്തിന്റെ കോപ്പി കിട്ടിയിട്ടുണ്ട്. വിവേകം എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് സിമി എന്ന് പറയുന്ന സംഘടന ഇറക്കിയൊരു പ്രസിദ്ധീകരണമാണ് വിവേകം. 2, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാരിൽ കുറെ ആളുകൾ മുൻപ് സിമിയിൽ പ്രവർത്തിച്ചവരാണ്. 3, കൈവെട്ട് കേസിൽ സാക്ഷി പറയാൻ ആരും തയ്യാറാവണമെന്നില്ല. 3 കാരണം കൊണ്ട് ജാമ്യം നിഷേധിക്കണമെന്നാണ്. കോടതി ജാമ്യം നിഷേധിക്കണം. എന്താ ഇതിൽ പറയണത്? നിരോധിക്കപ്പെടാത്തൊരു സംഘടന ഇറക്കിയിരുന്ന ഒരു മാഗസിൻ നിരോധിച്ചതിന് ശേഷം സിമി അങ്ങനെ ഇറക്കിയിട്ടില്ല. നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് സിമി ഇറക്കിയ ഒരു മാഗസിൻ കൈവശം വെക്കാൻ പാടില്ല എന്നാ. നിരോധിച്ച സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു പണ്ട് ആര്? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ചില നേതാക്കന്മാർ. അത് ഞങ്ങൾ ചെയ്ത കുറ്റാണെന്നാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെയോ പണ്ട് നിരോധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചതല്ലേ? RSSന്റെ നേതാക്കന്മാരോ പണ്ട് നിരോധിച്ച RSSൽ പ്രവർത്തിച്ചതല്ലേ? എന്ന് വിചാരിച്ചിട്ട് RSSകാരൊക്കെ പിടിച്ച് ജയിലിലിട്ട് ജാമ്യം നിഷേധിക്കാൻ പറ്റുമോ? അദ്വാനി ആവട്ടെ, വാജ്പേയി ആവട്ടെ, കേരളത്തിലെ RSSകാരാവട്ടെ, PS ശ്രീധരൻപിള്ള ആവട്ടെ, എല്ലാവരും 92-ൽ RSSനെ ഇന്ത്യയിൽ നിരോധിച്ചപ്പോൾ അതിൽ പ്രവർത്തിച്ച ആൾക്കാരല്ലേ? എന്തുകൊണ്ട് അവരെ ഒന്നും പിടിച്ച് ജയിലിലിടുന്നില്ല? ഇവര് സാക്ഷി പറയാൻ ആരും തയ്യാറാവണില്ല. ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? പോലീസ് സ്റ്റേഷനിൽ റെയ്ഡ് നടത്തി ആര്? പോലീസ് തന്നെ. പോലീസ് കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിൽ റെയ്ഡ് നടത്തി. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. എന്തിനാ? പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ അതിൽ സംഭവിച്ചത്. പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ട് 3 ദിവസം 4 ദിവസമൊക്കെ ജയിലിലിട്ട് പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലിട്ട് പീഡിപ്പിക്കുക. എന്തിനാ? കുറ്റം സമ്മതിക്കാൻ. എന്തിന്? കൈവെട്ടിയത് ഞങ്ങളാണ്. ഷോക്ക് കൊടുക്കുന്നു, 3-ാം മുറ പ്രയോഗിക്കുന്നു, തല കീഴായി കെട്ടിത്തൂക്കിയിടുന്നു, മർദ്ദിക്കുന്നു. എന്തിനാ? കുറ്റം സമ്മതിക്കണം. അങ്ങനെ അവരൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം പോലീസിനെതിരെ കേസ് നടന്നുകൊണ്ടിരിക്കുക. ഈ രീതിയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ് ഇത് ചെയ്തത് എങ്കിൽ പോലും എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു സഖാവിന്റെ കൈ വെട്ടിമാറ്റപ്പെട്ടു. കൈ വെട്ടിമാറ്റിയിട്ടൊന്നുമില്ല, കൈ തുന്നിച്ചേർത്തൊക്കെ ശരിയാണല്ലോ. ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ കൈ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു റെയ്ഡും ഇല്ല കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. ഒരു റെയ്ഡും ഇല്ല, ഒരു UAPA നോട്ടീസും ഇല്ല, ഒരു അലക്കിയില്ല. മറ്റവന്റെ കൈ തുന്നിച്ചേർത്തിട്ടുണ്ട്. മറ്റേ ഞങ്ങളെ പ്രവർത്തകന്റെ കൈ മുറിച്ചു മാറ്റി ഇല്ല. കാല്, ഒരു കാലിന്റെ പകുതി ഇല്ല, മുട്ടിനെ താഴോട്ടില്ല. CPM വെട്ടിയതാ. ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടോ? നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ സംഭവം? അറിയില്ലല്ലോ. 1-ാം പേജിലെ വാർത്തയൊന്നും അല്ലത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇവിടെ ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ സംഭവിച്ചത് ഈ സംഗതികളൊക്കെ. അധ്യാപകന്റെ കഴുത്ത് വെട്ടിയ സംഭവം ഞാൻ പറഞ്ഞല്ലോ. പാനൂരിൽ പാറയമേൽ UP സ്കൂളിലെ കുട്ടികൾക്കിടയിൽ ഇട്ടിട്ടാ RSSകാരനായ ജയകൃഷ്ണന്റെ തല വെട്ടിയത് CPMകാര്. എന്താ അന്ന് സംഭവിച്ചത് കേരളത്തില്? ഏതെങ്കിലും തരത്തിലുള്ള നോട്ടീസ് ഉണ്ടായോ? ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം, റെയ്ഡ് ഉണ്ടായോ? ഒരു ചുക്കുണ്ടായില്ലല്ലോ. ശ്രീനിവാസൻ എന്ന് പറയുന്ന DC സെക്രട്ടറി, കണ്ണൂർ DCC